ഹായ്, ഞാൻ സാലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ 10 മണി ചെടികളിലും 4 മണി ചെടികളിലും ഏറ്റവും കൂടുതൽ കീടങ്ങൾ ബാധിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പലപ്പോഴും നമ്മുടെ ചെടികൾ തന്നെ നശിച്ചു പോകുന്ന ഈ ഒരു അവസരത്തിൽ ഇതിനൊരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പോർട്ടുലാക്ക പ്ലാന്റ്, പേഴ്സ്ലൈൻ പ്ലാന്റ്, മോസ് റോസ്, അതുപോലെ തന്നെ ടേബിൾ റോസ്, 8 മണി ചെടി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്. ഏറ്റവും എളുപ്പം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. ഇന്നത്തെ വീഡിയോയിൽ വെള്ളീച്ചയുടെ ആക്രമണം എങ്ങനെ തടയാം എന്നതിനെ പറ്റിയും, അതുപോലെ തന്നെ പോർട്ടുലാക്ക പ്ലാന്റിൻ്റെ ഫെർട്ടിലൈസർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ അതിൻ്റെ കെയർ, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 10 മണി ചെടികളിൽ നിറയെ പൂവിടാനായിട്ട് വളം ചേർക്കുന്നതിനെ പറ്റി. ഏകദേശം 7,87,000 പേര് ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഒരുപാട് നന്ദി. ഇനി നമുക്ക് ജാൻസി മാഡത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ 10 മണികളൊന്ന് കാണിച്ചു തരാനും, അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് പൂവിടാനായിട്ട് മടിച്ചു നിന്ന 10 മണികൾക്ക് ഞാൻ കൊടുത്ത ചെറിയ ടിപ്സൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് എൻ്റെ തോട്ടത്തിലെ ഈ 10 മണികളുടെ ഒന്ന് ഭംഗി ആസ്വദിക്കാം. ഒത്തിരി കളേഴ്സ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഒരു കളറായിട്ടൊരു പോട്ടിലിരിക്കുന്നതിലും കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നുന്നത് ഒരുമിച്ച് ഇതുപോലെ മിങ്കിൾ ചെയ്ത്, അതായത് മിക്സ് ചെയ്ത് ചെടികളിൽ പൂവുണ്ടായി നിൽക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്താട്ടാണ് നട്ടത്. എനിക്ക് കുറേ വെറൈറ്റികൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടോ. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തിലും ഒരു ചെറിയൊരു പ്രശ്നം 10 മണികൾക്ക് ഉണ്ടായിരുന്നു. പൂവിടാനായിട്ടുള്ളൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ടിപ്സുകളൊക്കെ ചെയ്തിരുന്നു. അത് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ 10 മണികളൊക്കെ ഒന്ന് കാണാം. 10 മണികൾ എപ്പോഴും നമ്മൾ താഴെ നടുന്നതിലും കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്റ്റാൻഡുകളിലും PVC പൈപ്പുകളിലും അതുപോലെ ഹാങ് ചെയ്തിടുന്നതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടോ. പിന്നെ താഴെ നട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒത്തിരി പുല്ലുകളൊക്കെ അതിനകത്തേക്ക് വരും. അതുപോലെ ഈ കോഴിയൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കോഴികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ ഇല. ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ കോഴികൾക്ക് ഇതിൻ്റെ തണ്ട് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടുന്നത് ഇതുപോലെ പോട്ടുകളിലാക്കിയിട്ട് സ്റ്റാൻഡ് ഒന്ന് മുകളിലേക്ക് പൊക്കി സ്റ്റാൻഡുകളിലായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ഭംഗിയൊന്ന് നോക്കൂ. താഴെ നടുന്നതിലും കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതുപോലെ നടാൻ പറ്റില്ല എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പൂവിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഇതുപോലെ പൂവുണ്ടായി നിൽക്കുന്ന തണ്ടിൽ നിന്ന് അതിൻ്റെ തണ്ടൊടിച്ച് നമ്മൾ വേറെ പുതിയ പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ. ചില 10 മണികളിൽ എത്ര നമ്മൾ നട്ടാലും പൂവുണ്ടാവാത്തതെന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി പൂക്കളിടുന്നത് കുറയുന്ന ഒരു ടൈപ്പായി ഉണ്ടാവും. എല്ലാ ചെടികൾക്കും ഉണ്ട്, മനുഷ്യരെ പോലെ തന്നെ ചെറുപ്പുറകായി കഴിയുമ്പോൾ അതിൻ്റെ ഫലം കിട്ടാത്തൊരു എന്താ പറയുക, മനുഷ്യരെ പോലെ എല്ലാ ഇതിലും ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല, അതിനകത്ത് പൂവിടാനായിട്ടൊരു ചെറിയ മടി ചില കൊമ്പുകളിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്ന ഇതേപോലെ 10 മണികൾ തന്നെ കമ്പൊടിച്ച് പൊട്ടി മിശ്രിതത്തിലേക്ക്, അതായത് ചാണകപ്പൊടിയും, ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചാണകപ്പൊടി ഉപയോഗിക്കാം. വർഷക്കാലത്ത് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ ചീഞ്ഞു പോവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടുമ്പോൾ അതിനകത്ത് ചാണകപ്പൊടി ഒന്നും ചേർക്കണ്ട എന്ന് പറഞ്ഞത്. ഉണക്ക ചാണകപ്പൊടി കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഉണക്ക ചാണകപ്പൊടിയും അതുപോലെ മണ്ണും, ഇതിനകത്ത് മണൽ വേണമെന്നൊന്നുമില്ല, മണ്ണിൽ ഉണക്ക ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് അതിനകത്ത് ഇത് നട്ട് ഒരു എന്താ പറയുക, ഇതിപ്പോൾ വലിയ തണലേരിയയിലൊന്നും വെക്കണമെന്നില്ല. കുറച്ച് വെയിലുണ്ടായാലും പോകുന്ന ടൈപ്പല്ല, ഇത് പെട്ടെന്ന് വേര് പിടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് നട്ടാൽ നമുക്ക് ഇനിയും കുറേ ഉണ്ടാവട്ടെ. ഇത് പെട്ടെന്ന് പൂവുണ്ടാവും എന്നറിയാമല്ലോ. അധികം സമയമൊന്നും നമ്മൾ കാത്തു നിൽക്കണ്ട.
പോലെ പൂക്കൾ ഉണ്ടാവാൻ മടിച്ച് നിന്ന ഒരു ചെടിയാണിത്. ഇതിപ്പോൾ മുട്ടുകളായിട്ടുണ്ട്. ഇത് വൈറ്റ് ബഗ് വന്ന് അല്ലെങ്കിൽ ഒരു കറുത്ത പൊടി പോലെയുള്ളതൊക്കെ വന്ന് ഇതിൻ്റെ മുകുളങ്ങളെല്ലാം ചുരുണ്ടു പോയി ഒരു ഭംഗിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ എത്രയും വേഗം ഇങ്ങനെ വൈറ്റ് ബഗ് വന്നു ഇതിൻ്റെ തുമ്പുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം അത് നുള്ളിക്കളയണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത് നുള്ളിക്കളയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഒരു 2-3 ടിപ്പുകളാണ്. ഒന്ന്, നമുക്ക് എവിടെന്നെങ്കിലും ഗോമൂത്രം കിട്ടുന്നുണ്ടെങ്കിൽ, ഗോമൂത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പശുവിൻ്റെ പാല് വീടുകളിൽ നിന്ന് വാങ്ങുന്നവർക്കറിയാം. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോമൂത്രം അവർ കളക്ട് ചെയ്ത് തരും. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അത് നന്നായിട്ട്, ഇപ്പോൾ 1 കപ്പ് ഗോമൂത്രമാണെങ്കിൽ അതിനകത്ത് ഒരു 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിലൊഴിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ എന്നല്ല, എനിക്ക് നന്നായിട്ട് ഇഫക്റ്റ് ആയിരുന്നു ഇതിൻ്റെ ആ കീടാണുക്കൾ. അതായത് വൈറ്റ് ബഗ്ഗും ആ കറുത്ത കളറിലുള്ള പൊടിയുള്ള ഒരു ഇതൊക്കെ പോയി ഇപ്പോൾ അത് ഉഷാറായി വന്നു. ഞാൻ ചെയ്തതാണിത്. ഇപ്പോൾ ഇതിന് പൂവിടാനായിട്ട് നിൽക്കുന്നുണ്ട്. ഒത്തിരി മുട്ടുകളൊക്കെ ആയി വന്നു. അതിൻ്റെ മുകുളങ്ങൾ, ചീത്തയായ മുകുളങ്ങളൊക്കെ നുള്ളിക്കളഞ്ഞു. എന്നിട്ട് വന്ന ഒരു അവസ്ഥയാണിത് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ 10 മണികളിൽ വന്ന് കാണും. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഗോമൂത്രം എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചാൽ ഇത് ഒരു പരിധി വരെ നന്നായിട്ട് നമുക്കിത് നഷ്ടപ്പെടാതെ കിട്ടും. നന്നായിട്ട് പൂവിട്ട് ഇതുപോലെ മുട്ടുകളായി വരും കേട്ടോ. അതാണ് ഒരു ടിപ്പ്. ഇത് നോക്കൂ, ഇതും ഒരു ചട്ടിയിൽ പൂവ് ആയി വരുന്നേ ഉള്ളൂ, മുട്ടായി വരുന്നേ ഉള്ളൂ. ഇതിനും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പൂവിടാനായിട്ട് മടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് 19 സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നല്ല വേനൽക്കാലമല്ലേ, അപ്പോൾ 19 വരെയുള്ള വളങ്ങൾ നമ്മളിപ്പോൾ ചെയ്താൽ ചെടികൾക്ക് കുറച്ച് എന്താ പറയുക കേടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല വേനൽക്കാലത്ത് നമുക്ക് എപ്പോഴും ഓർഗാനിക് ഫെർട്ടിലൈസർ പോലെയുള്ളത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ സബോളയുടെ തൊണ്ടാണ്, സബോളത്തൊണ്ട് വെള്ളത്തിലിട്ട് ചീച്ച് 2 ദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. നല്ല റിസൾട്ടാണ്. എല്ലാ ചെടികളിലും ഇത് കണ്ടോ, കുറേ ബുദ്ധിമുട്ടുകളായിട്ട് വന്നിരുന്ന ചെടികളാണ് ഇതെല്ലാം. മുട്ടിട്ടു ഇപ്പോൾ. അപ്പം ഞാനിത് നിങ്ങൾക്ക് എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ധൈര്യമായിട്ട് ചെയ്തോളൂ. വൈറ്റ് ബഗ് അതുപോലെ കറുത്ത പൊടികളൊക്കെ വന്ന് ചുരുണ്ട് പോയത് എത്രയും വേഗം നുള്ളിക്കളയുക. എത്രയും വേഗം നമ്മുടെ കാണുമ്പോൾ തന്നെ അത് നുള്ളിയെടുക്കുക. കാരണം 10 മണിക്കൊക്കെ പിന്നെ ഇതെളുപ്പ് ഒത്തിരി വന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ സബോളത്തൊണ്ടൊക്കെ പുളിപ്പിച്ചത് അല്ലെങ്കിൽ ചീച്ചത് ഒഴിക്കണം. കാരണം അതിനൊരു കെമിക്കൽ, ഒരു മരുന്നിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട് സബോളയുടെ തൊണ്ടിൽ, അങ്ങനത്തെ ഒരു മൂലകമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ കീടങ്ങളെയൊക്കെ ഓടിക്കാനായിട്ട് നല്ലതാണ്. കീടങ്ങളെ ഈ വൈറ്റ് ബഗ് പോലെയുള്ളതിനെയൊക്കെ നമുക്ക് കളയാനായിട്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ സ്പ്രേ തന്നെയാണ്. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു പരിധി വരെ വെള്ളം നമ്മൾ ഇടയ്ക്ക് 2 നേരം സ്പ്രേ ചെയ്യുമ്പോൾ പ്രാണികൾ പൊക്കോളൂ കേട്ടോ. അത് ഏത് ചെടിയിൽ നിന്നായാലും ഏത് പച്ചക്കറികളിൽ നിന്നായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ മടിച്ച് നിന്നതാണ് ഇപ്പോൾ നന്നായിട്ട് ഇതേ പൂവൊക്കെ ആയി വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ 2 ടിപ്പ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. ഗോമൂത്രത്തിൻ്റെ ലായനി ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുക, അതുപോലെ സബോളത്തുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ ചെടികൾക്കും ഇപ്പോൾ വേനൽക്കാലത്ത് അറിയാമല്ലോ, നന്നായിട്ട് നന വേണം. 2 നേരം നനച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ 10 മണികൾ പോലെയുള്ള ചെടികൾക്ക്, ഏത് ചെടികൾക്കും ചുവട്ടിൽ ഇപ്പോൾ നമുക്ക് വളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ ചാണകം, പച്ചച്ചാണകം ചേർക്കുന്നത് ശരിയല്ല എന്നറിയാലോ. അപ്പോൾ ഈ ഉണങ്ങിയ ചാണകം സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഡ്രമ്മിൽ കുറേ ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അത് ഒരു 2-3 ദിവസം ഒന്ന് കുതിരാനായിട്ട് വെക്കുക. അപ്പോഴേക്കും ഈ ചാണകത്തിലുള്ള എല്ലാ മൂലകങ്ങളും അല്ലെങ്കിൽ എല്ലാ വളവും നമുക്കതിനകത്ത് അലർന്ന് കിട്ടും, കുതിർന്ന് കിട്ടും. പിന്നെ കട്ടയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഈ വെള്ളം ഒന്ന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും 10 മണിക്കൊക്കെ ശരിക്കും വേരിലേക്ക് ചെല്ലണമെങ്കിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അതിൻ്റെ ചുവട്ടിലേക്ക് സ്പ്രേ ചെയ്യുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്തോളൂ. അപ്പം നല്ല പുഷ്ടിയും നല്ല പൂക്കൾക്ക് നല്ല വലിപ്പവും ചെടികൾ നല്ല കരുത്തോടുകൂടി വളർന്ന് വരുന്നത് കാണാം. അത് എല്ലാ ചെടികൾക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി, ഏത് പഴമായാലും കുഴപ്പമില്ല, ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതൽ മൂലകങ്ങൾ കിട്ടുന്നത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയിൽ നിന്ന് തന്നെയാണ്. ഏത്തപ്പഴത്തിൻ്റെ തൊലി നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളം തെളിയെടുത്ത് ചെടികൾക്ക്, ഇതുപോലെയുള്ള ചെടികൾക്ക് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ.
നന്നായിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ തോട്ടത്തിൽ പൂക്കൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ നന്നായിട്ട് വലിപ്പം വയ്ക്കും. NPK ആണ് മൂലകങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക്, പൂക്കളുടെ വലിപ്പം ഉണ്ടാവാൻ, നല്ല കളർ ഉണ്ടാവാൻ. ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, ഞാൻ വെയിലത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം 10 മണികളൊക്കെ വെയിലത്താണല്ലോ വിരിഞ്ഞ് വരാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് NPK. അപ്പോൾ NPK വളം 19 നിന്ന് കിട്ടും. പക്ഷേ ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് നമ്മൾ NPK മാറ്റിവെച്ചിട്ട് നമ്മുടെ NPK വളം തന്നെ കിട്ടുന്ന പഴത്തൊലി, അതുപോലെ സബോളത്തുണ്ട്, ഇതെല്ലാം അതിൻ്റെ ലൈന് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെ നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്നതിൻ്റെ തണ്ട് തന്നെ ഉപയോഗിക്കണേ. ഇങ്ങനെ എന്താ പറയുക, മുരടിച്ചൊക്കെ നിൽക്കുന്ന ചെടികളുടെ തണ്ട് ഉപയോഗിച്ചാൽ വീണ്ടും അത് മുരടിച്ചോണം തന്നെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം, അതായത് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ തണ്ട് മതി. ഒരു ചെറിയ തണ്ട്, അത് മുകളം മുറിച്ച് നമുക്ക് നട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പോട്ടി മിക്സിൽ ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് നിങ്ങൾ പോട്ടി മിക്സ് ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും കൂടി മിശ്രിതത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഞാനൊക്കെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസം 2 ആഴ്ചയൊക്കെ അങ്ങനെ നമ്മൾ ജസ്റ്റ് പതുക്കെ ഒന്ന് നനച്ച് മിക്സ് ചെയ്ത് കുറച്ച് ഇലകളൊക്കെ ചേർത്ത് പൊടിച്ച് അത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോട്ടി മിശ്രിതത്തിലേക്ക് പോട്ടിലേക്ക് നമ്മൾ നടുന്ന പോട്ടിലേക്ക് ആ മണ്ണ് ചേർത്ത് ഇത് നടാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ചേർത്ത് ഇളക്കി വെക്കുന്നതിലും നല്ലത് നമ്മൾ കുറച്ച് കൂടുതൽ മണ്ണ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. മണ്ണും അതുപോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് 10 മണിയൊക്കെ നമുക്ക് വെറൈറ്റി കിട്ടുമ്പോൾ എത്രയും വേഗം നട്ടെടുക്കാം. ഇപ്പം കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാകും, പോർട്ടുലാക്ക പ്ലാന്റും പേഴ്സ്ലിൻ പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം. പോർട്ടുലാക്ക പ്ലാന്റ് ആണെങ്കിൽ ലീവ്സ് വന്നിട്ട് കൂർത്താണ് ഇരിക്കുന്നത്. ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. മോസ് റോസ് എന്നൊക്കെ പറഞ്ഞ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇനി പേഴ്സ്ലിൻ പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ ലീവ്സ് വന്നിട്ട് പരന്നാണ് ഇരിക്കുന്നത്. ഇതാണ് ഈ 2 ചെടികൾ തമ്മിലുള്ള വ്യത്യാസം. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.